കോഴിക്കോട് വെള്ളിപ്പറമ്പിൽ തെരുവുനായയുടെ ആക്രമണം. 10ഓളം പേർക്ക് തെരുവുനായയുടെ കടിയേറ്റു. പരിക്കേറ്റവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ദൃശ്യങ്ങളിലേക്ക്. കോഴിക്കോട് വെള്ളിപ്പറമ്പിൽ തെരുവുനായയുടെ ആക്രമണത്തിൽ 10ഓളം പേർക്ക് കടിയേറ്റിരിക്കുന്നു. പരിക്കേറ്റവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു. റിയാസ് KMR ചേരുന്നു വിവരങ്ങളുമായി. എപ്പോഴായിരുന്നു സംഭവം? എത്ര പേരെ ഇങ്ങനെ കടിച്ചു? ഇവരുടെ എല്ലാം അവസ്ഥ എന്താണ്? ഇന്ന് ഉച്ചയോടുകൂടിയാണ് കോഴിക്കോട് വെള്ളിപ്പറമ്പിൽ തെരുവുനായയുടെ ആക്രമണമുണ്ടായത്. ആ ആക്രമണത്തിലാണ് 10ഓളം പേർക്ക് കടിയേൽക്കുന്ന ഒരു സാഹചര്യമുണ്ടായത്. ഇതിൽ തന്നെ കുട്ടികളുണ്ട്, ഒപ്പം തന്നെ സ്ത്രീകളുണ്ട്, മറ്റാൾക്കാരുണ്ട്, ഒരു അതിഥി തൊഴിലാളിയുണ്ട്. ഈ അതിഥി തൊഴിലാളി ഒരു വീട്ടുമുറ്റത്ത് കൂലിപ്പണി എടുത്തുകൊണ്ടിരിക്കുന്നതിനിടെയാണ് ഈ തെരുവുനായ ആക്രമിക്കുന്ന സാഹചര്യമുണ്ടായത്. ഈ വെള്ളിപ്പറമ്പിൽ തെരുവുനായയുടെ ശല്യം രൂക്ഷമാണ് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. അതിനിടെയാണ് തെരുവുനായ ആക്രമണവും ഉണ്ടായിരിക്കുന്നത്. ഈ ആക്രമണത്തിൽ പരിക്കേറ്റ 5 പേരാണ് അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അവരെ ചികിത്സ നൽകി വിട്ടയച്ചിട്ടുണ്ട്. മറ്റുള്ളവരെല്ലാം തന്നെ തുടക്കത്തിൽ ആശുപത്രിയിൽ മറ്റ് 5 പേർ ആശുപത്രിയിൽ ചികിത്സ തേടി മടങ്ങുകയും ചെയ്തിരുന്നു. മറ്റുള്ളവരെ കുറച്ചുനേരം അവിടെ നിരീക്ഷണത്തിൽ കിടത്തിയതിനു ശേഷമാണ് വിട്ടയച്ചിരിക്കുന്നത്. പലരുടെയും കൈക്കും കാലിനുമൊക്കെ ആയിട്ടാണ് തെരുവുനായയുടെ കടിയേറ്റത്. വളരെ ഗൗരവത്തോടുകൂടിയാണ് നാട്ടുകാർ ഈ വിഷയത്തെ കാണുന്നത്. പൊതുവെ കോഴിക്കോട് നഗരത്തിന്റെ വിവിധ ഇടങ്ങളിൽ ഇത്തരത്തിലുള്ള തെരുവുനായ ശല്യം രൂക്ഷമാകുന്ന ഒരു സാഹചര്യമുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് കൃത്യമായ മാലിന്യ സംസ്കരണം ഇല്ല എന്നുള്ളത് തന്നെയാണ്. തെരുവുനായ്ക്കളെ മാത്രം പറയുക എന്നുള്ളതല്ല, മാലിന്യ സംസ്കരണം ഇല്ലാത്തൊരു സാഹചര്യം. അത് പൊതുജനങ്ങൾ കൂടി അക്കാര്യത്തിൽ ബോധവാന്മാരാവുക എന്നുള്ള ഒരു കാര്യം കൂടി നമുക്ക് ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കേണ്ടി വരും. എന്തായാലും തെരുവുനായ ശല്യം പിടികൂടാൻ കഴിഞ്ഞിട്ടുണ്ടോ? ആ തെരുവുനായ്ക്ക് പേവിഷബാധ അടക്കമുള്ള ഉണ്ടോ എന്ന് അറിയണമെങ്കിൽ ആ നായയെ പിടികൂടണമായിരുന്നു. ആ രീതിയിലുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ? ഇല്ല, എന്തായാലും കടിച്ച തെരുവുനായെ പിടികൂടാൻ സാധിച്ചിട്ടില്ല. ആ നായ ഓടിപ്പോയി എന്നുള്ളതാണ്. നാട്ടുകാർ അതിനെ ഓടിച്ചപ്പോൾ തന്നെ അത് ദൂരേക്ക് ഓടിപ്പോയി എന്നുള്ളതാണ്. കടിക്കുന്നതിന്റെ വെപ്രാളത്തിൽ, കടിയേറ്റതിന്റെ വെപ്രാളത്തിൽ നാട്ടുകാർ നായയെ ഓടിച്ചിരുന്നു. പ്രദേശവാസികൾ ആ നായ പിന്നീട് ദൂരേക്ക് ഓടിപ്പോവുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ആ നായയെ പിടികൂടാൻ സാധിച്ചിട്ടില്ല. ഈ പ്രദേശത്ത്, വെള്ളിപ്പറമ്പ് പ്രദേശത്തെ തെരുവുനായ ശല്യം പരിഹരിക്കാൻ ആവശ്യമായ ഇടപെടൽ അധികൃതരുടെ ഭാഗത്തുനിന്ന് വേണമെന്നൊരാവശ്യമാണ് നാട്ടുകാർക്ക് ഉന്നയിക്കുന്നത്. ശരി, എത്ര പേർക്കാണ് മൊത്തത്തിൽ കടിയേറ്റിരിക്കുന്നത്? 10 പേരാണ്. ആദ്യത്തെ 5 പേരാണ് അത്യാഹിത വിഭാഗത്തിൽ ചികിത്സ തേടി നിരീക്ഷണത്തിൽ ഉണ്ടായിരുന്നത്. അവരെയും വിട്ടയച്ചിട്ടുണ്ട്. തുടക്കത്തിൽ ആശുപത്രിയിലെത്തി ചികിത്സ തേടി അപ്പോൾ തന്നെ പരിക്കിൽ മരുന്ന് വെച്ച് പോയ ആളുകളുമുണ്ട്. മറ്റ് 5 പേരെയായിരുന്നു നിരീക്ഷണത്തിൽ ഉണ്ടായിരുന്നത്. അവരും ഇപ്പോൾ വീടുകളിലേക്ക് മടങ്ങിയിട്ടുണ്ട്. കോഴിക്കോട് തെരുവുനായയുടെ ആക്രമണത്തിൽ 10ഓളം പേർക്ക് കടിയേറ്റിരിക്കുന്നു. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ റിയാസ് KMR ആണ് വിവരങ്ങൾ പങ്കുവച്ചത്.